തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുവാനുള്ള സർക്കാർ തീരുമാനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് കോട്ടയം വെള്ളൂർ KPPL ജീവനക്കാർ. HNL അടച്ചുപൂട്ടിയതോടെ തൊഴിൽ നഷ്ടപ്പെട്ട 181 പേർക്കാണ് സർക്കാർ സ്ഥിര നിയമനം നൽകിയത്. സർക്കാർ തീരുമാനത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് തൊഴിലാളികൾ പറഞ്ഞു. കേന്ദ്ര സർക്കാർ വിൽപ്പനയ്ക്ക് വച്ച വെള്ളൂർ HNL സംസ്ഥാന സർക്കാർ ഏറ്റെടുത്താണ് പുതുതായി KPPLന് രൂപം നൽകിയത്. അന്ന് ജോലിയിലുണ്ടായിരുന്ന 181 കരാർ ജീവനക്കാർക്കാണ് സ്ഥിരം നിയമനം നൽകിയത്. സർക്കാർ തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്ന് ജീവനക്കാർ. നമ്മൾ 2022 കേന്ദ്ര സർക്കാർ വിൽപ്പനയ്ക്ക് വെച്ച സ്ഥാപനം 2022 സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഈ 3-3.5 വർഷക്കാലം പൂർത്തിയാക്കി നല്ല രീതിയിൽ പ്രൊഡക്ഷനിലേക്കും അതുപോലെ തന്നെ കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷം 85 കോടി രൂപ വിറ്റുവരയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളും ഓഫീസേഴ്സും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് കമ്പനിക്ക് എത്താൻ സാധിച്ചത്. ഇടതുപക്ഷമാണ് ബദൽ എന്ന് പറയുന്നത് വെറുതെയല്ല, ഇടതുപക്ഷം തന്നെയാണ് ബദൽ എന്ന് ഒരിക്കൽ കൂടി സർക്കാർ തെളിയിച്ചിരിക്കുകയാണ്. ഈ സ്ഥാപനം ഏറ്റെടുത്ത് ഈ തൊഴിലാളികളെ സ്ഥിരം ജീവനക്കാരാക്കി മാറ്റിയ സംസ്ഥാന സർക്കാരിന് ന്യൂസ് പ്രിന്റ് എംപ്ലോയീസ് യൂണിയൻ്റെ പേരിലുള്ള എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. INTUC ആ തീരുമാനത്തെ സ്വാഗതാർഹം ചെയ്യുകയാണ്. കാരണം എന്തെന്നാൽ കേന്ദ്ര പൊതുമേഖലയിലായിരുന്ന ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിൽ അത് വിൽപ്പനയ്ക്ക് വയ്ക്കുകയും തുടർന്ന് അത് ഇൻസോൾവൻസി പ്രോസസ്സിലേക്ക് പോവുകയും ആ സമയത്ത് INTUCയും അതുപോലെ തന്നെ CITയും ഉള്ള സംസ്ഥാന നേതൃത്വങ്ങൾ ഉചിതമായ ഒരു തീരുമാനം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ളത്. അതിന് സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് നേരത്തെ നന്ദി പറഞ്ഞിട്ടുള്ളതാണ്. കമ്പനി ആരംഭിച്ചതിന് ശേഷം KPPL ആരംഭിച്ചതിന് ശേഷമുള്ള ആ ഒരു മുൻകാല പ്രാബല്യം സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾക്കെങ്കിലും ലഭ്യമാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. സന്തോഷസൂചകമായി ജീവനക്കാർ ഫാക്ടറിക്ക് മുന്നിൽ മധുരപലഹാരം വിതരണം ചെയ്തു. തങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് സർക്കാർ അംഗീകരിച്ചതെന്ന് തൊഴിലാളികൾ. 3 വർഷമായി പ്രവർത്തനം തുടങ്ങിയിട്ട് യൂണിയൻ ഗവൺമെൻറ് വിൽപ്പനയ്ക്ക് വെച്ച ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. 2022 പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് ഈ 3 വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ വളരെ നല്ല നിലയിലേക്ക് എത്തുകയും മുൻപ് സർക്കാർ നമ്മളോട് പറഞ്ഞിരുന്നതാണ് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ആ കാര്യങ്ങളിലേക്ക് ഈ അവസരത്തിൽ എത്തിച്ചേരുമ്പോൾ ഈ സ്ഥാപനത്തിൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ തൊഴിലാളികളെ സംബന്ധിച്ചും വളരെ ആശ്വാസകരമായ ഒരു തീരുമാനമാണ്. പുതിയൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്. 750 കോടിയുടെ പുതിയ പ്രോജക്റ്റിലേക്ക് നമ്മൾ ഉടനെ തന്നെ എത്തുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. ന്യൂസ് പ്രിൻറ്റിൻ്റെ മാർക്കറ്റ് എപ്പോഴും ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ സർക്കാർ 750 കോടി രൂപ മുടക്കി ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ കൈപിടിച്ച് ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. വരുന്ന ആളുകളിൽ ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളെ സംബന്ധിച്ച് ഈ നാടിനെ സംബന്ധിച്ച് തന്നെ അതൊരു വലിയ ആവേശകരമായ ഒരു തീരുമാനം തന്നെയാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. വളരെ സന്തോഷം. ഞങ്ങളിങ്ങനെ വളരെ ആശാനിർഭരമായിട്ട് ഇതിനെ കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ ഇവിടെ ലഡു ഒക്കെ വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ അപ്പുറത്ത് INTUCക്കാരൊക്കെ ഉണ്ട്, അവരും ഇത് വളരെ സന്തോഷത്തിലാണ്. സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ശേഷം KPPLന് വിറ്റുവരവ് ക്രമാനുഗതമായി വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം ഇതുവരെ 85 കോടി രൂപയുടെ വിറ്റുവരവാണ് നേടിയത്. 741 കോടി രൂപയുടെ അടുത്തഘട്ട വിപുലീകരണ പദ്ധതി സർക്കാരിൻ്റെ പരിഗണനയിലുമാണ്. സാംജിത് അർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.